ലിബറലിസം ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ചിന്തയാണ്. കേരളത്തിലെന്നല്ല, ലോകത്തിൻ്റെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും ലിബറൽ ചിന്തകളും ഫെമിനിസവും വളരെയധികം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ചെറുപ്പക്കാരും വിദ്യാസമ്പന്നരുമായ യുവതി യുവാക്കൾ അതിലേക്ക് ആകർഷിക്കപ്പെടുന്നു. തൽഫലമായി മതനിഷേധവും ദൈവനിഷേധവും നിലനിൽക്കുന്ന സാമൂഹിക വ്യവസ്ഥകളോടുള്ള വെറുപ്പും വളർന്നു വരുന്ന തലമുറയിൽ വർദ്ധിച്ചു വരുന്നു എന്നതാണ് അതിൻ്റെ തിക്തഫലമായി നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന പ്രയാസങ്ങൾ. കേരളത്തിൽ ഇപ്പോൾ അടുത്ത് പല രേഖകളുടെ അടിസ്ഥാനത്തിൽ നടത്തപ്പെട്ട പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ പുറത്തു വന്ന ഒരു കണക്ക് പ്രകാരം യുവതികളിൽ വിവാഹത്തോടുള്ള താൽപ്പര്യം വളരെയധികമായി കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. കേരളത്തിൽ പൊതു മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കും വളരെ വ്യക്തമായി ബോധ്യപ്പെടുന്ന ഒരു വസ്തുതയാണ് ഇത്. വിവാഹം കഴിക്കാനും ഒരു പുരുഷൻ്റെ ഭാര്യയായി കഴിയാനും ഒരു വീടിൻ്റെ നായികയായി ജീവിക്കാനും ഒരു കുടുംബാന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ പ്രധാനമായ റോള് വഹിക്കാനും സന്നദ്ധയാകുന്ന സ്ത്രീകളുടെ എണ്ണം ദിവസം ചെല്ലുന്തോറും കുറഞ്ഞു വരുന്നു എന്നത് ഇന്ന് പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ലിബറലിസത്തിൻ്റെയും ഫെമിനിസത്തിൻ്റെയും സാമൂഹികമായ പ്രത്യാഘാതങ്ങളാണ്. അത് വർദ്ധിച്ചു വരുന്തോറും നമ്മുടെ നാട്ടിലെ കുടുംബ വ്യവസ്ഥകൾ തകിടം മറിയുകയും അരാജകത്വം കൊടികുത്തി വാഴുകയും അതുപോലെ തന്നെ അശ്ലീലതകളും അസാൻമാർഗികമായ പ്രവണതകളും വർദ്ധിച്ചു വരികയും സമൂഹം തിന്മയുടെ ഒരു തലത്തിലേക്ക് മാറിപ്പോകുകയും ചെയ്യുന്ന വളരെ അധികം അപകടകരമായ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ പുരോഗമനത്തിൻ്റെ പേര് പറഞ്ഞ് ഫെമിനിസത്തെയും ലിബറലിസത്തെയും പ്രൊമോട്ട് ചെയ്യാൻ നടക്കുന്ന ആളുകൾ മനസ്സിലാക്കണം, നിങ്ങൾ സമൂഹത്തെ തകിടം മറിക്കുകയാണ് ചെയ്യുന്നത്, സമൂഹത്തിലെ നന്മകൾ ഇല്ലാതെയാക്കുകയാണ് ചെയ്യുന്നത്, സമൂഹത്തെ തിന്മയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഈ പ്രത്യാഘാതങ്ങളെ നാം തിരിച്ചറിയേണ്ടതുണ്ട്.